ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്ത് കിളക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ വരുന്ന ആഴ്ചയിലെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എല്ലാ ദിവസവും എത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ വഴി നമ്മൾ ഷോർട്ട് വീഡിയോസും ഇടുന്നുണ്ട്. അതും കൂടെ കയറി കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ വരുന്ന ആഴ്ചയിൽ സുധീഷിൻ്റെയും നിധിയുടെയും ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ കിളിക്കൂട്ടിൽ നടക്കുന്നത് വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയാണ്. കാരണം വലിയൊരു ടേണിംഗ് പോയിന്റ് സുധീഷിൻ്റെ ജീവിതത്തിലും നിധിയുടെ ജീവിതത്തിലും അതുപോലെ നികേഷിൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഭാസ്കറിൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരാഴ്ച തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും വീഡിയോ കാണാൻ മറക്കരുത്. എല്ലാ ദിവസവും നമ്മൾ പ്രൊമോ വിശേഷം റിയൽ വിശേഷവും ഇടുന്നുണ്ട്. അങ്ങനെ നിധി ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് തൻ്റെ അച്ഛനെയും അമ്മയെയും ചേട്ടത്തിനെയൊക്കെ ഉപേക്ഷിച്ച് വന്നതിന് ശേഷം നിധിക്ക് വലിയൊരു സൗഭാഗ്യം ലഭിക്കുക, നിധിക്കൊരു ജോലി ലഭിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് അടുത്ത ആഴ്ച കേട്ടോ. അങ്ങനെ ഇപ്പോൾ നിലവിൽ നിധിക്ക് വളരെ ഹാപ്പിയാണ് നിധി. കാരണം ആദ്യത്തെ തവണ സുധീഷിനോടൊപ്പം പോന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ അച്ഛനെയും അമ്മയും ചേട്ടത്തെയും കൊച്ചിനെയൊക്കെ വിട്ടുപോയതിൻ്റെ വലിയൊരു സങ്കടമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം രണ്ടാമത് പോയി ആ ചതി നടന്നതിന് ശേഷം നിധി സുധീഷിൻ്റെ വീട്ടിലേക്ക് തൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു ആളില്ല, ചേട്ടനും അങ്ങനെ ഒരു ബന്ധമേ എനിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും മുഴുവനായിട്ട് ഉപേക്ഷിച്ചിട്ട് സുധീഷിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ യാതൊരു സങ്കടവുമില്ല കേട്ടോ തൻ്റെ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഉപേക്ഷിച്ചതിൻ്റെ. കാരണം അവർ അത്രത്തോളം നന്ദി കെട്ടവരാണെന്നും അല്ലെങ്കിൽ അത്രത്തോളം ചതിക്കുന്നവരാണെന്നും തിരിച്ചറിവ് ഉണ്ടാകുകയും അതിനുശേഷം എത്രത്തോളം ചെറിയ വീടാണെങ്കിലും എത്രത്തോളം സ്നേഹവും സന്തോഷവും ഉള്ളൊരു വീടാണ് സുധീഷിൻ്റെ വീട്, സുഭാഷിൻ്റെ വീട് എന്ന് നിധി തിരിച്ചറിഞ്ഞതിൽ പിന്നെ ഈ വീട്ടിൽ തന്നെ ഇനി താമസിച്ചേക്കാം, ജീവിച്ചേക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഈ സമയത്താണ് നിധിക്ക് ജോലി ലഭിക്കുന്നത്. അങ്ങനെ ജോലി ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ സുധീഷുമായിട്ട് അങ്ങനെ ഒരുപാട് സമയം സംസാരിക്കുകയും കറങ്ങാൻ പോവുകയൊക്കെ ചെയ്യുന്ന എപ്പിസോഡ് നമ്മൾ കണ്ട് വരുന്ന ആഴ്ചയിൽ നടക്കുന്ന ആദ്യത്തെ ദിവസമാണ്. നിധി ഓഫീസിൽ പോകുന്ന ആദ്യത്തെ ദിവസമാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് സുഭാഷിൻ്റെയും ഭാസ്കറിൻ്റെയൊക്കെ അനുഗ്രഹം മേടിച്ച് ജോലിക്ക് പോകുന്നു. ഇതിനിടയിൽ നമ്മുടെ ഭാസ്കരൻ നിധിക്ക് ജോലി കിട്ടിയത് അതൊന്ന് ആഘോഷമാക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വേഗത്തിൽ കടയിൽ പോയി പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് പടക്കവും പൊക്കുറ്റിയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് പൊട്ടിക്കുവാൻ തീരുമാനിക്കുക. അപ്പോൾ നിധി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഭാസ്കരൻ വെളിയിൽ നിന്ന് ആ ഒരു വീഡിയൊക്കെ വലിച്ചതിന് ശേഷം പടക്കം അങ്ങ് പൊട്ടിക്കുകയാണ്. പടക്കം പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അയൽവാസികളെല്ലാം എന്താണ് ഭാസ്കറിൻ്റെ വീട്ടിൽ ഒരു ഒച്ചപ്പാടും ബഹളമെന്ന് കേട്ടത് എന്ന് നോക്കി ആ അസൂയാലുക്കളായ ഒരുപാട് ആളുകളുണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ ഭാസ്കറിൻ്റെ സഹോദരി അല്ലെങ്കിൽ സുധീഷിൻ്റെ അമ്മായിയുമുണ്ട്. അമ്മായിയും പെട്ടെന്ന് ഈ ശബ്ദം എന്താണ് എന്ന് അറിയാൻ വേണ്ടി പാഞ്ഞു വരികയാണ്. വന്നപ്പോഴത്തേക്ക് ആളുകളോട് ചോദിക്കുകയാണ്, എന്താ അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ, എന്താണ് പടക്കമൊക്കെ പൊട്ടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ആരോ അയൽവാസികൾ പറയുകയാണ്, എന്താണെന്ന് അറിയില്ല, വളരെ സന്തോഷത്തിലാണ്, വളരെ ആഘോഷമാണ് അവിടെ നടക്കുന്നത്, എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഒതുങ്ങി നിന്ന് ആരും ഭാസ്കരൻ കാണാതെ ഈ ഭാസ്കരൻ്റെ സഹോദരി അല്ലെങ്കിൽ സുധീഷിൻ്റെ അമ്മായി ഇത് കാണുക. ഈ സമയത്ത് ഭാസ്കരൻ ഇത് കണ്ട് തൻ്റെ സഹോദരി വന്ന് ഒളിച്ച് നിന്ന് ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ പടക്കം പൊട്ടിച്ച് ഭാസ്കരൻ പറയാണ്, നോക്കി എൻ്റെ മരുമോൾക്ക് ജോലി കിട്ടിയത് കണ്ടോ, എൻ്റെ മോൾ ഇനി ജോലിക്കാരിയാണ് എന്ന് പറഞ്ഞ് ആ സന്തോഷം എല്ലാവരോടും വിളിച്ചു പറഞ്ഞതിന് ശേഷം പടക്കം പൊട്ടിക്കുകയും ഇതിനിടയിൽ നമ്മുടെ നികേഷ് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ തൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഭാസ്കറിൻ്റെ ദേഹത്തേക്ക് വീഴുകയും അങ്ങനെ ഭാസ്കറിനെ പൊടലേക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് നിധി ഓടിച്ചെന്ന് ഈ ഭാസ്കരനോട് ചോദിക്കുക, അച്ഛാ എന്ത് പറ്റി, എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഭാസ്കരൻ തൻ്റെ കൈ ഒളിപ്പിച്ച് വെക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ടല്ലോ. ഈ സമയത്ത് ഒന്നും പറ്റിയില്ല മോള് ജോലിക്ക് ഇറങ്ങ്, മുഹൂർത്ത സമയമായി, എല്ലാത്തിനും ഒരു നല്ല തുടക്കമല്ലേ, അതുകൊണ്ട് പോകാൻ പറയാം. അപ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും പറ്റുമോ അച്ഛാ എന്ന് ചോദിക്കുക. ഇല്ല മോള്, എനിക്കൊന്നും പറ്റിയില്ല, ഒരു പടക്കം പൊട്ടിയതല്ലേ ഉള്ളൂ, അതിനിപ്പോൾ ഇത്രയും പേടിക്കേണ്ട കാര്യമുണ്ട്, മോള് പോകാൻ പറയേ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ സുഭാഷിനോട് യാത്ര പറയുന്നു, നികേഷിനോട് യാത്ര പറയുന്നു. അപ്പം ഹരീഷിനോട് പറയുന്നു, ഇവരെല്ലാം വെസ്റ്റ് ഓഫ് ലെക്ക് പറയുന്നു. അപ്പം സുഭാഷ് വളരെ സന്തോഷത്തോടു കൂടി അനുഗ്രഹിച്ചു വിടുന്ന ഒരു മനോഹര രംഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം സുധീഷിനോടൊപ്പം ആ കാറിൽ നിധി പോകുകയാട്ടോ. അങ്ങനെ തൻ്റെ ഓഫീസിൽ ചെല്ലുന്നതിന് മുമ്പ് സുധീഷും നിധിയുമായിട്ട് ഒരുപാട് സംഭാഷണം നടത്തുന്നതൊക്കെ നമുക്ക് കാണാം. അത് ഓരോ ദിവസത്തെ പ്രമോശേഷത്തിൽ നമ്മൾ പറയാട്ടോ. അങ്ങനെ ആഴ്ചയിൽ നടക്കുന്ന പ്രമോശേഷമാണ് പറയുന്നത്. അങ്ങനെ നിധി അവിടെ ചെല്ലുന്നത് തൻ്റെ പുതിയ ആ ജോലിക്കാരിയെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ സ്റ്റാഫുകളുമൊക്കെ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗങ്ങളൊക്കെ വരുന്ന ആഴ്ചത്തെ എപ്പിസോഡിലുണ്ട്. അതിനിടയിൽ തനിക്ക് നല്ലൊരു കൂട്ടുകാരിയെ ആ ജോലി സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നത് കാണാം. അങ്ങനെ കൂട്ടുകാരിക്കൊപ്പം വളരെ സന്തോഷം
സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുന്നു. എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് തനിക്ക് പുതിയ ജോലിക്കാരി ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ജോലിയിൽ ആദ്യത്തെ ദിവസമായതുകൊണ്ട്, ആദ്യത്തെ നാളുകളായതുകൊണ്ട് തന്നെ നിധി ആ കൂട്ടുകാരിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. കൂട്ടുകാരി ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വരുന്ന ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം. അതിനിടയിൽ ഈ കൂട്ടുകാരിക്കൊപ്പം നിധി ഈ നടന്ന് ഒരുപാട് നടക്കുകയും അതുപോലെ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ സുധീഷിൻ്റെ വീട്ടിൽ ഈ നിധി ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു നിബന്ധന വെക്കുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്നെ ആരും കൊണ്ടുവിടണ്ട. എൻ്റെ ആഗ്രഹം ഇതാണ്. എല്ലാ ദിവസവും സാധാരണ ആളുകൾ ജോലിക്ക് പോകുന്ന പോലെ എനിക്ക് നടന്ന് ബസ് സ്റ്റോപ്പിൽ ചെല്ലുക, ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറുക, അങ്ങനെ ബസ്സിൽ കയറി ജോലി സ്ഥലത്ത് പോവുക, തിരിച്ച് ജോലി കഴിഞ്ഞ് മടങ്ങി ഇവിടെ വരിക, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുധീഷ് അതൊന്നും നടക്കില്ല, അങ്ങനെയൊന്നും പോകാൻ പറ്റിയല്ല, ഞാൻ കൊണ്ടുവിട്ടോളാം, എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ കൊണ്ടുവിട്ടോളാം എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട്, സുധീഷിന് ജോലിയില്ലേ, സുധീഷിൻ്റെ ജോലി കളഞ്ഞ് എന്നെ കൊണ്ടുവിടാൻ നിൽക്കേണ്ടെന്ന് പറയാം. അപ്പം സുധീഷ് അതൊന്നും സാരമില്ല, നിധിയെ കൊണ്ടുവരാനും ഞാനുണ്ട് എന്ന് പറയാം. ഈ സമയത്ത് സുഭാഷൻ പറയുന്ന, മോളെ അങ്ങനെ ബസ്സിൽ പോകുമൊന്നും വേണ്ട, മോളെ സുധീഷ് കൊണ്ടുവിടുവാൻ സമയം കിട്ടുന്ന അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവിടുമെന്ന് പറയാം. അപ്പോൾ സുഭാഷിനോടായിട്ട് ഒരു കാര്യം പറയാം, സുഭാഷേട്ടാ നിങ്ങളും എൻ്റെ വീട്ടുകാരെ പോലെ ആകരുത് സുഭാഷേട്ടാ, എൻ്റെ ആഗ്രഹം ഇതൊക്കെയാണ്. എന്നെ ഇത്രയും നാൾ എൻ്റെ അച്ഛനും അമ്മയും ഒരു സ്വാതന്ത്ര്യവും തരാതെയാണ് വളർത്തിയത്. അത് എനിക്ക് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ബസ്സിൽ പോകണം, എനിക്ക് സാധാരണ ആളുകൾ ജോലി ചെയ്യാൻ പോകുന്ന പോലെ അതുപോലെ ജോലി ചെയ്യാനും ജീവിക്കാനുമാണ് ആഗ്രഹമെന്ന് പറയുക. അങ്ങനെ സുഭാഷിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. സുധീഷിനോട് പറഞ്ഞു, സുധീഷ നിധിയുടെ ആഗ്രഹം അതാക്കി, അത് നടക്കട്ടെ, എന്തിനാണ് പേടിക്കുന്നത്, വേണമെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെയൊക്കെ നമ്മൾ ആരെങ്കിലും കൊണ്ടുവിട്ടാലും മതിയല്ലോ എന്ന് പറയാം. അപ്പം നികേഷ് ആ ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നികേഷുമായിട്ട് ഓരോ ദിവസവും ബസ് സ്റ്റോപ്പ് വരെ പോകുന്നു, അതിനുശേഷം ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു, അങ്ങനെ ജോലി സ്ഥലത്തെത്തുന്നു, നിധി ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നടന്ന് തിരിച്ചു വരുമ്പോഴാണ് വഴിയിൽ തൻ്റെ കൂട്ടുകാരിക്കൊപ്പം സംസാരിച്ച് വരുമ്പോഴാണ് ഒരു സ്ത്രീ എതിരെ വന്ന് തൻ്റെ കൈയിൽ ഷോളറിന് ഇടിക്കുകയും പെട്ടെന്ന് നിധിയുടെ കയ്യിൽ നിന്ന് ബാഹ്യ നിലത്തേക്ക് വീഴുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് കുനിഞ്ഞെടുത്തുകൊണ്ട് നിധി തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയോ കണ്ടു പരിചയമുള്ളൊരു സ്ത്രീയുടെ കൈയാണ് തൻ്റെ ദേഹത്ത് തട്ടിയത്. അപ്പോൾ കുനിഞ്ഞ് താൻ ബാഗ് എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ തന്നെ നിധിയെ ഇടിച്ച ആ സ്ത്രീ വേഗത്തിലെടുത്ത് ക്ഷമ പറഞ്ഞുകൊണ്ട് ആ ബാഗ് എടുത്ത് കൊടുക്കുകയാട്ടോ. അപ്പോൾ നിധി പെട്ടെന്ന് ആ മുഖത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ എവിടെയോ നല്ല കണ്ടുപരിചയമുള്ളൊരു മുഖം പെട്ടെന്ന് നിധിയുടെ മനസ്സിലേക്ക് ഓടി വന്നത് നികേഷിൻ്റെ അമ്മയുടെ ഷേപ്പ് ഉണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാകുകയും അങ്ങനെ മനസ്സിൽ അല്പം ശബ്ദം താഴ്ത്തി ഇത് നികേഷിൻ്റെ അമ്മയല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഈ സമയം പെട്ടെന്ന് ഈ സ്ത്രീ ആ ബാഗ് എടുത്ത് കൊടുത്തിട്ട് വേഗത്തിൽ തിരിഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ വേഗത്തിൽ നടന്നു പോകുന്ന ഒരു ഭാഗവും വരുന്ന ആഴ്ചത്തെ എപ്പിസോഡിലുണ്ട്. അപ്പം നിധിക്ക് എന്തോ ഡൗട്ട് തോന്നുകയാണ്, എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ ഈ നികേഷിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് വേഗത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടത് എന്തിനാണെന്നും അങ്ങനെ അതിനുശേഷം നിധി ഈ സ്ത്രീയെ തന്നെ തിരിഞ്ഞു നോക്കി പോകുമ്പോൾ ആ സ്ത്രീയും തിരിഞ്ഞ് നിധിയെ ശ്രദ്ധിക്കുന്ന ഒരു പമ്മലോടുകൂടി നോക്കുന്ന ചില രംഗങ്ങളൊക്കെ നിധിക്കും കൂടുതൽ സംശയമുണ്ടാകുകയും അങ്ങനെ അതിനുശേഷം വീട്ടിൽ വന്ന് ഭാസ്കറിനോട് ആ കാര്യം പറയുവാണ്. നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് വല്ല വിവരമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല മോളെ എന്ന് പറയുകയാണ്. ഈ സമയം പറയാണ് എന്നാൽ ഞാൻ കണ്ടെത്തി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭാസ്കരൻ ഞെട്ടിപ്പോവുകയാണ്. എന്താ മോളെ നീ പറയുന്നത്, അവരെക്കുറിച്ച് യാതൊരു വിവരമില്ല, വർഷങ്ങളായി, പിന്നെ നീ കണ്ടെത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയാണ് ഇല്ലച്ചാ, ഞാൻ ഇന്ന് അവരെ കണ്ടു, വഴിയിൽ വെച്ച് എന്നെ കാണുകയും എൻ്റെ കൈക്കിട്ട് വന്ന് ഇടിക്കുകയും അങ്ങനെ ബാഗ് താഴെ പോയപ്പോൾ അവരുമായിട്ട് ഞാൻ മുഖാമുഖം കണ്ടു. അവരോട് ഞാൻ നികേഷിൻ്റെ അമ്മയല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവർ വേഗത്തിൽ നടന്നുപോയി എന്നൊരു കാര്യവും ഭാസ്കറിനോട് പറയുമ്പോൾ ഭാസ്കരൻ സത്യത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് വരുന്ന ആഴ്ച എപ്പിസോഡിലൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആഴ്ചയിലെ പ്രമോ വിശേഷമാണ്. എല്ലാ ദിവസവും റിയൽ വിശേഷവുമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഉപദേശിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.